മോളിക്കുലർ മെക്കാനിസം ഓഫ് ജീൻ എക്സ്പ്രഷൻ. ജീൻ എക്സ്പ്രഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 4 മേജർ സ്റ്റെപ്സിലാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദ ജനറ്റിക് കോഡ് ബൈ DNA ഡിപ്പെൻഡൻറ്റ് mRNA സിന്തസിസ്. DNA സീക്വൻസിൽ പ്രസൻറ്റ് ആയിട്ടുള്ള ട്രൈ ന്യൂക്ലിയോറ്റൈഡ് ഫോമിലുള്ള ജനറ്റിക് കോഡ് ഒരു mRNA ആയിട്ട് മാറും ത്രൂ ട്രാൻസ്ക്രിപ്ഷൻ. സോ ഒരു DNA-യിൽ നിന്നാണ് mRNA സിന്തസൈസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ DNA ഡിപ്പെൻഡൻറ്റ് mRNA സിന്തസിസ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ mRNA സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ mRNAക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ഓഫ് mRNA. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്, ദാറ്റ് ഈസ് DNA-യിൽ നിന്ന് RNA സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സ് നടന്നത് ഒരു സെല്ലിൻ്റെ അകത്ത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ്, അതായത് ഇപ്പോൾ ന്യൂക്ലിയസിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ള mRNA പ്രോട്ടീനായിട്ട് മാറണമെങ്കിൽ അത് സൈറ്റോപ്ലാസത്തിലേക്ക് വരണം. സോ ട്രാൻസ്ലേഷൻ നടക്കണമെങ്കിൽ ദിസ് mRNA ഹാസ് ടു റീച്ച് സൈറ്റോപ്ലാസം. സോ അതാണ് തേർഡ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് എക്സ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. ദെൻ ഫോർത്ത് സ്റ്റെപ്പാണ് ഈ ഇവിടെ സൈറ്റോപ്ലാസത്തിൽ എത്തിയിട്ടുള്ള mRNA-ൻ്റെ ട്രാൻസ്ലേഷൻ, ദാറ്റ് ഈസ് ട്രാൻസ്ലേഷൻ ഓഫ് ദ ജനറ്റിക് കോഡ് ത്രൂ mRNA ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ സിന്തസിസ്. സോ DNA-യിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് mRNA-യിലേക്ക് കോപ്പി ചെയ്തു ത്രൂ ട്രാൻസ്ക്രിപ്ഷൻ. ഇനി ട്രാൻസ്ലേഷൻ നടക്കുമ്പോൾ ആ mRNA-യിൽ കോപ്പി ചെയ്തിട്ടുള്ള ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് പ്രോട്ടീനിലേക്കാണ് കോപ്പി ചെയ്യപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് എൻ mRNA ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ സിന്തസിസ്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ mRNA ഡിപ്പെൻഡൻറ്റ് പ്രോട്ടീൻ സിന്തസിസ്. ഇത്രയാണ് ജീൻ എക്സ്പ്രഷനിലെ 4 മേജർ സ്റ്റെപ്സ്. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ആണ് ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊരു DNA സ്ട്രാൻഡ് ആണ്. ഈ DNA സ്ട്രാൻഡിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ട്രാൻഡിൽ നിന്നാണ് mRNA സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. സോ ട്രാൻസ്ക്രിപ്ഷൻ മീൻസ് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് സം സ്റ്റോർഡ് ഇൻഫർമേഷൻ ഫ്രം DNA ടു RNAs. സോ അതൊരു DNA ഡിപ്പെൻഡൻറ്റ് RNA സിന്തസിസ് ആണ്. അതായത് ഒരു mRNA കോപ്പി, ഒരു DNA സീക്വൻസിൻ്റെ mRNA കോപ്പിയാണ് ജീൻ എക്സ്പ്രഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈമാണ് RNA പോളിമറേസ്. ഈ RNA പോളിമറേസ് ഒരു DNA സ്ട്രാൻഡിലാണ് ആക്ട് ചെയ്തിട്ട് അത് mRNA ആയിട്ട് സിന്തസൈസ് ചെയ്യുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന DNA സ്ട്രാൻഡിനെയാണ് ട്രാൻസ്ക്രിപ്റ്റോൺ എന്ന് വിളിക്കുന്നത്. സോ ട്രാൻസ്ക്രിപ്റ്റോൺ ഈസ് ദ എലമെൻ്ററി യൂണിറ്റ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ഒരു DNA മോളിക്യൂളിൽ ഒരു സ്മോൾ പോർഷനാണ് ഈ ട്രാൻസ്ക്രിപ്റ്റോൺ എന്ന് പറയുന്നത്. അവിടെയാണ് ആക്ച്വൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. ഈ കാണുന്നത് ഒരു ട്രാൻസ്ക്രിപ്റ്റോൺ ആണ്, കാരണം ഒരു ഹോൾ DNA-യിൽ ഒരു ചെറിയ പോർഷൻ മാത്രമാണത്. ഇവിടെ നിന്നാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. ആക്ച്വൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ഈ ഒരു സീക്വൻസിലാണ്. സോ ദിസ് യൂണിറ്റ് ഇസ് കോൾഡ് ട്രാൻസ്ക്രിപ്റ്റോൺ. അപ്പോൾ ഈ DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്. 5' to 3' into 3' to 5' into ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രാൻഡിൽ മാത്രമേ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയുള്ളൂ. ഓൺലി വൺ സ്ട്രാൻഡ് ഓഫ് ദ ട്രാൻസ്ക്രിപ്റ്റോൺ ഈസ് ട്രാൻസ്ക്രൈബ്ഡ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സ്ട്രാൻഡ് ഏതാണോ ആ സ്ട്രാൻഡിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ആൻറ്റി സെൻസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ആൻറ്റി കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ഈ 3' to 5' ഡയറക്ഷനിലേക്ക് പോകുന്ന ഈ ഒരു DNA സ്ട്രാൻഡിനാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. സോ ഈ ഒരു സ്ട്രാൻഡാണ് TACC എന്ന് പറഞ്ഞ ഈ ഒരു സ്ട്രാൻഡാണ് ആൻറ്റി സെൻസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. ദെൻ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള DNA സ്ട്രാൻഡ്, അതായത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കാത്ത അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള 5' to 3' സ്ട്രാൻഡിനെയാണ്, അതായത് നോൺ ട്രാൻസ്ക്രൈബിംഗ് സ്ട്രാൻഡിനെയാണ് നോൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അല്ലെങ്കിൽ സെൻസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. സോ ഒരു DNA ഡ്യൂപ്ലെക്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രാൻഡ് വേണമെങ്കിൽ ആൻറ്റി സെൻസ് സ്ട്രാൻഡായിട്ടും അടുത്ത സ്ട്രാൻഡ് സെൻസ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യും. ദെൻ അടുത്തൊരു ട്രാൻസ്ക്രിപ്ഷനിൽ സെൻസ് സ്ട്രാൻഡ് ആയിട്ടുള്ള സ്ട്രാൻഡായിരിക്കും ആൻറ്റി സെൻസ് സ്ട്രാൻഡ് ആകുന്നതും അതേപോലെ ഓപ്പോസിറ്റ് ആയിട്ടും. ഈ ഡബിൾ സ്ട്രാൻഡ് DNA-ൻ്റെ ആൻറ്റി സെൻസ് സ്ട്രാൻഡിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള RNA-നെയാണ് RNA ട്രാൻസ്ക്രിപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ആൻറ്റി സെൻസ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ടാണ് ഈ RNA പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം Tക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് അഡിനിൻ,
ദെൻ അഡിനിന് കോംപ്ലിമെൻ്ററി ആയിട്ട് യുറാസിൽ, കാരണം തൈമിൻ mRNA ആബ്സെൻ്റ് ആണ്. ദെൻ സൈറ്റോസിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഗ്വാനിൻ. സോ ഈ ഒരു ആൻറ്റിസെൻസ് സ്ട്രാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന mRNA എന്ന് പറയുന്നത് അത് ഈ സെൻസ് സ്ട്രാൻഡിന് ഈക്വൽ ആയിരിക്കും. കാരണം ഈ സെൻസ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഈ ആൻറ്റിസെൻസ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിരിക്കും. ഈ ആൻറ്റിസെൻസ് സ്ട്രാൻഡിൽ നിന്ന് mRNA എന്ന് പറയുന്നതും ആൻറ്റിസെൻസ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ടായിരിക്കും. then mRNA സീക്വൻസിൽ വരുന്ന യുറാസിലും തൈമിനും മാത്രമേ മാറി മാറി വരുള്ളൂ. DNA-യിലാണെങ്കിൽ അത് തൈമിനും mRNA-യിലാണെങ്കിലും യുറാസിലും വരുള്ളൂ. ബാക്കി എല്ലാ സീക്വൻസും ഈ സെൻസ് സ്ട്രാൻഡിനോട് ഈക്വൽ ആയിരിക്കും ഒരു ആൻറ്റിസെൻസ് സ്ട്രാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന mRNA എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ എപ്പോഴും നടക്കുന്നത് 5' to 3' എൻഡ് ഡയറക്ഷനിലാണ്. ഈ 3' എൻഡിലാണ് ന്യൂക്ലിയോറ്റൈഡ്സ് വന്ന് ആഡ് ചെയ്തിട്ട് ആ ചെയിൻ ഗ്രോ ചെയ്തിട്ട് ഒരു മെച്യൂർ ആയിട്ടുള്ള mRNA ആയിട്ട് മാറുന്നത്. റൈബോ ന്യൂക്ലിയോറ്റൈഡ് ഫോസ്ഫേറ്റ്സ് വന്ന് പോളിമറൈസ് ചെയ്തിട്ടാണ് ഈ RNA ട്രാൻസ്ക്രിപ്റ്റ് സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. സോ ആ ഒരു പോളിമറൈസേഷൻ്റെ സമയത്ത് ഒരു ന്യൂക്ലിയോറ്റൈഡിൻ്റെ 3' OHും ദെൻ അനദർ ന്യൂക്ലിയോറ്റൈഡിൻ്റെ 5' OHും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നത്. ഈ 3' ഏത് ന്യൂക്ലിയോറ്റൈഡ് ആണ് നെക്സ്റ്റ് ആഡ് ചെയ്യുന്നതെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ആൻറ്റിസെൻസ് സ്ട്രാൻഡാണ്. ഇപ്പോൾ ഇവിടെ C വന്നു, സൈറ്റോസിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഗ്വാനിനാണ് വരേണ്ടത് mRNA സ്ട്രാൻഡിൽ. സോ ഈ ഒരു ആൻറ്റിസെൻസ് സ്ട്രാൻഡിലെ ന്യൂക്ലിയോറ്റൈഡ് ആണ് 3' ഡയറക്ഷനിൽ അടുത്ത ന്യൂക്ലിയോറ്റൈഡ് ഏതാണ് വരേണ്ടതെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഒരു DNA മോളിക്യൂളിൽ ആ ഒരു സ്മോൾ പോർഷൻ, അതായത് ട്രാൻസ്ക്രിപ്റ്റോൺ എന്ന് പറഞ്ഞ റീജിയണിന് മാത്രമേ ട്രാൻസ്ക്രിപ്ഷൻ നടക്കണുള്ളൂ. പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും ഈ ട്രാൻസ്ക്രിപ്റ്റോണിന് ഫങ്ഷണലി ഡിഫറെൻറ്റ് റീജിയൻസ് ഉണ്ട്. ഇതാണ് യൂകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്റ്റോണിൻ്റെ ഫങ്ഷണലി ഡിഫറെൻറ്റ് റീജിയൻസ് ആൻഡ് ഇത് പ്രോകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്റ്റോണിൻ്റെ ഡിഫറെൻറ്റ് റീജിയൻസ്. Eukaryotic transcriptome contain leader sequence, promoter, acceptor, cistron, terminator, and trailer regions. And prokaryotic transcriptome contains leader, promoter, operator, cistrons, terminator, and trailer regions. യൂക്കാരിയോട്ടിക് ട്രാൻസ്ക്രിപ്റ്റോണിൻ്റെ ഈ സിസ്ട്രോൺ റീജിയൻ എന്ന് പറയുന്നത് അതിൽ എക്സോൺസും ഇൻട്രോൺസും വരും. ഇൻട്രോൺസ് എന്ന് പറയുന്നത് നോൺ കോഡിംഗ് ആയിട്ടുള്ള സീക്വൻസസ് ആണ്. എക്സോൺസ് ആണ് കോഡിംഗ് സീക്വൻസസ്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സോൺസ് മാത്രം മതി, ഇൻട്രോൺസിന് സ്പ്ലൈസ് ചെയ്ത് കളയണം. സോ യൂക്കാരിയോട്ടിക് ട്രാൻസ്ക്രിപ്റ്റോണിൽ സിസ്ട്രോണിൽ എക്സോൺസും ഇൻട്രോൺസും ഉണ്ടാവും. പ്രോകാരിയോട്ടിക് സിസ്ട്രോൺസിൽ ഓൺലി കോഡിംഗ് റീജിയൻസ് ആയിട്ടുള്ള എക്സോൺസ് മാത്രമായിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത്. ബട്ട് ഇൻ യൂക്കാരിയോട്സ് ഇറ്റ് ഹാസ് ഓൾട്ടർനേറ്റിംഗ് എക്സോൺസ് ആൻഡ് ഇൻട്രോൺസ്. യൂക്കാരിയോട്സിലെ സിസ്ട്രോൺ എന്ന് പറയുന്നത് മോണോസിസ്ട്രോണിക് ആണ്. ബട്ട് ഇൻ പ്രോകാരിയോട്സ് ദ സിസ്ട്രോൺ ഈസ് പോളിസിസ്ട്രോണിക്. ട്രാൻസ്ക്രിപ്റ്റോളെ ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ലീഡർ സീക്വൻസ് ആണ്. ട്രാൻസ്ക്രിപ്ഷൻ്റെ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന സീക്വൻസ് ആണ് ലീഡർ റീജിയൻ. ആൻഡ് നെക്സ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് പ്രൊമോട്ടർ റീജിയൻ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെക്കഗ്നിഷൻ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രൊമോട്ടർ സീക്വൻസിനുള്ളത്. സോ പ്രൊമോട്ടർ റീജിയൻ പ്രൊവൈഡ്സ് റെക്കഗ്നിഷൻ സിഗ്നൽ ടു ഇനീഷ്യേറ്റ് ട്രാൻസ്ക്രിപ്ഷൻ. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ട്രാൻസ്ക്രിപ്ഷൻ നടത്താൻ ഹെൽപ്പ് ചെയ്യുന്നത് RNA പോളിമറേസ് ആണ്. RNA പോളിമറേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമാണ് ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്നത്. സോ ഈ RNA പോളിമറേസിന് റെക്കഗ്നൈസ് ചെയ്തിട്ട് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ടുള്ളൊരു സൈറ്റ് ഈ പ്രൊമോട്ടർ സീക്വൻസിലായിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത്. സോ പ്രൊമോട്ടർ റീജിയൻ കണ്ടെയ്ൻസ് എ റെക്കഗ്നിഷൻ സൈറ്റ് ആൻഡ് എ ബൈൻഡിങ് സൈറ്റ് ഫോർ ദ എൻസൈം RNA പോളിമറേസ്. സോ RNA പോളിമറേസ് ഈ പ്രൊമോട്ടർ റീജിയനിലുള്ള ആ ഒരു റെക്കഗ്നിഷൻ സൈറ്റിലും ബൈൻഡിങ് സൈറ്റിലും വന്ന് ബൈൻഡ് ചെയ്താൽ മാത്രമേ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പ്രൊമോട്ടർ കഴിഞ്ഞിട്ടിരിക്കുന്ന അടുത്ത റീജിയൻ ആണ് അക്സെപ്റ്റർ റീജിയൻ. പ്രോകാരിയോട്സിൽ അക്സെപ്റ്ററിന് പകരം ഓപ്പറേറ്റർ റീജിയൻ ആണുള്ളത്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഉണ്ട്, അതേപോലെ റെഗുലേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള റെഗുലേറ്റേഴ്സിനും ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനും ഒക്കെ വന്ന് ബൈൻഡ് ചെയ്യാനായിട്ടുള്ള റീജിയൻ ആണ് acceptor region എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓപ്പറേറ്റർ റീജിയൻ ഇൻ പ്രോകാരിയോട്സ്.
Then next region is cystonic region. Cystonic regionിലാണ് മെയിൻലി സ്ട്രക്ചറൽ ജീൻസ് പ്രസന്റ് ആയിട്ടുള്ളത്. ഈ സ്ട്രക്ചറൽ ജീൻസ് ആണ് അമിനോ ആസിഡ്സിന് കോഡ് ചെയ്യുന്നത്. സോ ദിസ് cystonic region contain the structural genes that codes for amino acids. ഈ സിസ്റ്റോണിക് റീജിയനിൽ എക്സോൺസും ഇൻട്രോൺസും ഉണ്ട്. അതിൽ എക്സോൺസിലാണ് സ്ട്രക്ചറൽ ജീൻസ് പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് റീജിയൻ ഇസ് ടെർമിനേറ്റർ റീജിയൻ. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സീക്വൻസ് ആണ് ടെർമിനേറ്റർ റീജിയൻ. ദെൻ ടെർമിനേറ്റർ റീജിയൻ കഴിഞ്ഞിട്ട് ഒരു ട്രെയിലർ സീക്വൻസ് ഉണ്ടാവും. ഇറ്റ് ഈസ് എ നോൺ ട്രാൻസ്ലേറ്റഡ് സീക്വൻസ്. നെക്സ്റ്റ് അബൌട്ട് ട്രാൻസ്ക്രിപ്ഷൻ എൻസൈംസ്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്, അതായത് ഡി എൻ എയിൽ നിന്ന് RNA സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സ്, ദാറ്റ് ഈസ് RNA സിന്തസിസ് മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈം ആണ് RNA പോളിമറേസ് അല്ലെങ്കിൽ RNA സിന്തറ്റേസ്. ഇതൊരു DNA ഡ്യൂപ്ലെക്സ് ആണ്. ഈ ഡ്യൂപ്ലെക്സിൽ ഒരു സ്ട്രാൻഡിനാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. സോ അത് എവിടെയാണോ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്നത് ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് ആ ഒരു സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്യും. അൺവൈൻഡ് ചെയ്തിരിക്കുന്ന 2 സ്ട്രാൻഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഈ ഒരു സ്ട്രാൻഡിൽ നിന്നാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. സോ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്തിട്ടുള്ള ഒരു എൻസൈം ആണ് RNA പോളിമറേസ്. സോ ഇതാണ് ആന്റിസെൻസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ വന്നിട്ടായിരിക്കും, ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ പ്രൊമോട്ടർ സൈറ്റിൽ വന്നിട്ടായിരിക്കും RNA പോളിമറേസ് ബൈൻഡ് ചെയ്യുന്നത്. പ്രോകാരിയോട്സിൽ 2 ടൈപ്സ് ഓഫ് RNA പോളിമറേസ് ഉണ്ട്. ഒരു ടൈപ്പ് എന്ന് പറയുന്നത് RNA പ്രൈമർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഡ്യൂറിങ് DNA replication. ആൻഡ് ദ സെക്കൻഡ് പോളിമറേസ് മീഡിയേറ്റ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് mRNA, tRNA ആൻഡ് rRNA. നമുക്ക് 3 തരത്തിലുള്ള RNAs ഉണ്ട്. മെസ്സഞ്ചർ RNA, ട്രാൻസ്ഫർ RNA ആൻഡ് റൈബോസോമൽ RNA. ഈ 3 ടൈപ്സിലുള്ള RNAന്റെ ട്രാൻസ്ക്രിപ്ഷൻ മീഡിയേറ്റ് ചെയ്യുന്നത് അനദർ RNA പോളിമറേസ് ആണ്. അങ്ങനെ 2 ടൈപ്സ് ഓഫ് RNA പോളിമറേസ് പ്രസന്റ് ആണ് പ്രോകാരിയോട്സിൽ. ദെൻ യൂകാരിയോട്സിൽ 3 ടൈപ്സിൽ RNA പോളിമറേസ് ഉണ്ട്. RNA പോളിമറേസ് 1, 2 ആൻഡ് 3. ഇതിൽ RNA പോളിമറേസ് 1 ന്യൂക്ലിയോലസിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് അതേഴ്സ് ആർ ലോക്കലൈസ്ഡ് ഇൻ ന്യൂക്ലിയോപ്ലാസം. യൂകാരിയോട്സിൽ RNA പോളിമറേസ് 1 എന്ന് പറയുന്നത് rRNAയുടെ ട്രാൻസ്ക്രിപ്ഷൻ ആണ് നടത്തുന്നത്. ആൻഡ് RNA പോളിമറേസ് 2 mediates transcription of messenger RNA, and RNA polymerase 3 involved in the transcription of tRNA, 5s rRNA and some other small RNA molecules. ബാക്ടീരിയൽ RNA പോളിമറേസിന്റെ സ്ട്രക്ചർ ആണത്. അതായത് പ്രോകാരിയോട്ടിന്റെ RNA പോളിമറേസ്. പ്രോകാരിയോട്സിന്റെ RNA പോളിമറേസ് എന്ന് പറയുന്നത് ഒരു ഹോളോ എൻസൈം ആണ്. അതിന് 2 കമ്പോണൻസ് ഉണ്ട്, സിഗ്മ ഫാക്ടർ ആൻഡ് എ കോർ എൻസൈം. ഈ സിഗ്മ എന്ന് എഴുതിയേക്കുന്നതാണ് സിഗ്മ ഫാക്ടർ ആൻഡ് ഇത്രയാണ് അതിൻ്റെ കോർ എൻസൈം. ഈ കോർ പോളിമറേസ് എന്ന് പറയുന്നത് അതിൽ 5 പോളിപെപ്റ്റൈഡ് സബ് യൂണിറ്റ്സ് ഉണ്ട്, 2 ആൽഫ സബ് യൂണിറ്റ് ഉണ്ട്, ദെൻ ഒരു ബീറ്റ സബ് യൂണിറ്റ് ഉണ്ട്, ഒരു ബീറ്റ ഡാഷ് സബ് യൂണിറ്റ് ഉണ്ട്, ദെൻ 1 ഒമേഗ സബ് യൂണിറ്റ്. സോ ഈ 5 സബ് യൂണിറ്റ്സ് ചേർന്നതാണ് ഇവരുടെ കോർ എൻസൈം എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് ഈ ഹോളോ എൻസൈം ആവശ്യമാണ്. ഇനീഷ്യേഷൻ നടന്നതിന് ശേഷം ഈ സിഗ്മ ഫാക്ടർ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തു പോകും. ഈ സിഗ്മ ഫാക്ടറിന് മെയിൻലി 3 ഫങ്ഷൻസ് ആണുള്ളത്. ഇറ്റ് റെക്കഗ്നൈസസ് ദ പോളിമറേസ് റെക്കഗ്നിഷൻ സൈറ്റ് ഓഫ് ദ പ്രൊമോട്ടർ റീജിയൻ ഓഫ് ദ DNA ടെംപ്ലേറ്റ്. ഒരു DNA ടെംപ്ലേറ്റിൽ പോളിമറേസിന് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ടുള്ള പ്രൊമോട്ടർ റീജിയനിലെ റെക്കഗ്നിഷൻ സൈറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ സിഗ്മയുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Then it also enables the binding of the enzyme to the binding site of the promoter. DNA-യിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പ്രൊമോട്ടർ റീജിയനിലുള്ള ബൈൻഡിങ് സൈറ്റിലേക്ക് ഈ എൻസൈമിനെ കൊണ്ടുവന്ന് ബൈൻഡ് ചെയ്യിക്കുക എന്നുള്ള ജോലി ചെയ്യുന്നത് ഈ ഒരു സിഗ്മ ഫാക്ടർ ആണ്. Then third function is it initiates RNA synthesis. Then സിഗ്മ ഫാക്ടർ മാറ്റി നിർത്തിയിട്ടുള്ള ബാക്കി എൻസൈം ആണ് കോർ എൻസൈം. This core enzyme is concerned with the RNA polymerization. അതായത് RNA ചെയിൻ ഇലോങ്ങേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് RNA polymerization. ഈ ഒരു RNA polymerization ഹെൽപ്പ് ചെയ്യുന്നത് ഈ കോർ എൻസൈം ആണ്. ദാറ്റ് ഈസ് വിത്തൗട്ട് ദിസ് സിഗ്മ ഫാക്ടർ. RNA പോളിമറേസിന്റെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബീറ്റ സബ് യൂണിറ്റിലാണ്. സോ ഒരു DNA സ്ട്രാൻഡിൽ
ഈ ഒരു ഫുൾ എൻസൈം വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഡിസോസിയേറ്റ്സ് ഫ്രം ദിസ് എൻസൈം. mRNA ചെയിനിന്റെ പോളിമറൈസേഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ നടത്തുന്നത് ഈ കോർ എൻസൈം ആണ്. സോ ട്രാൻസ്ക്രിപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് RNA പോളിമറൈസ് ആണ്. RNA പോളിമറൈസിനെ കൂടാതെ കുറച്ച് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട്. അവരെയാണ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അവരാണ് ട്രാൻസ്ക്രിപ്ഷൻ്റെ റേറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു DNA സീക്വൻസിൽ ഇവർക്ക് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ടുള്ള സൈറ്റ് ഉണ്ട്. ഈ ഒരു സൈറ്റിൽ വന്നിട്ട് ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ബൈൻഡ് ചെയ്യും. അങ്ങനെയാണ് ഇറ്റ് ഡിറ്റർമൈൻസ് ദ റേറ്റ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് തന്നെയാണ് ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ സ്റ്റേബിൾ ആയിട്ട് ഈ RNA പോളിമറൈസിന് ബൈൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. And they helps in the initiation of transcription at the correct codon. കറക്റ്റ് കോഡോണിൽ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആണ്. ആൻഡ് ഓൾസോ ഫോർ ദ ഫൈനൽ റിലീസ് ഓഫ് RNA പോളിമറൈസ് ആൻഡ് ദ RNA ട്രാൻസ്ക്രിപ്റ്റ് ഫ്രം ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞതിന് ശേഷം RNA പോളിമറൈസ് ഈ DNA സ്ട്രാൻഡിൽ നിന്ന് റിലീസ് ആകണം. അതേപോലെ പ്രൊഡ്യൂസ് ചെയ്ത് RNA എന്ന് പറയുന്നത് ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്ന് റിമൂവ് ആക്കണം. അതിനും ഹെൽപ്പ് ചെയ്യുന്നത് ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആണ്. ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് വന്ന് ബൈൻഡ് ചെയ്യുന്നത് ട്രാൻസ്ക്രിപ്റ്റോണിലെ അക്സെപ്റ്ററിലാണ്. ഇൻ യൂക്കാരിയോട്സ് ആൻഡ് ഇൻ പ്രോക്കാരിയോട്സ് ഇറ്റ്സ് ഇൻ ഓപ്പറേറ്റർ റീജിയൻ.